ഒരാഴ്ചയ്ക്ക് മോളിലായി അല്ലേ എന്നെ എല്ലാരും കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, റിക്വസ്റ്റ് വരുന്നുണ്ട്. എല്ലാത്തിനും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മളെ പറ്റി അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ അറിയാത്ത കുറേ പേര് എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഒരാഴ്ചയ്ക്ക് മേളിലൊന്ന് ബാക്കിലോട്ട് പോയാൽ ഞാൻ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ കുംഭഭരണി അല്ലെങ്കിൽ മീനഭരണി. ഇതിൽ ഏതിലും രണ്ടിൽ ഒന്ന് എനിക്ക് കൂടാൻ പറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുംഭഭരണി കൂടാൻ പറ്റി. അപ്പൊ ഇനി മീനഭരണി കൂടാൻ പറ്റൂല. അപ്പം ഇത് ഞങ്ങളുടെ അമ്മയുടെ വീടിന്റെ അടുത്തെ വടക്കൻകൊച്ചി അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ കുറച്ച് ദൂരെ മാറി ഇരുന്നിട്ടാണ് കണ്ടത്. കാരണം എന്തേലും ഒരു ഉന്തും തള്ളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നാമത് ഡെലിവറി അടുത്ത് നിൽക്കുന്ന സമയം ആയതുകൊണ്ടിട്ട് പേടിച്ചിട്ടാണ് അങ്ങനെ നിന്നത്. തന്നെയല്ല ഒത്തിരി നേരം നിൽക്കാനും പറ്റില്ലല്ലോ, കാലിൽ നീരും അതുകൊണ്ടിട്ട് ദൂരെ ഇരുന്നിട്ടാണ് കണ്ടത്. എന്നാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം, അത് 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഉത്സവ കാഴ്ചകളൊക്കെ കാണുന്നത്. പിന്നെ പിറ്റേ ദിവസം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഈ പേര് കണ്ടപ്പോൾ തന്നെ ഊഹിക്കാലോ എന്തായിരിക്കും എന്ന്. റീസെന്റ് ഞാൻ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേജിലെയാണ് കേട്ടോ.